എന്റെ അമ്മച്ചിയെ പറഞ്ഞു തീരുന്നതിന് മുൻപ് ദാ വരുന്ന പണ്ടാരം ഇതെന്തോന്ന്. വീട്ടിൽ കുത്തിയിരുന്ന് മടുത്തപ്പോ അച്ചുമ്മ പറഞ്ഞു ബാ കടല് കാണിക്കാന്ന്. ഞാനാണെങ്കിൽ കടല് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താ ഈ കടല് നിറയാൻ വേണ്ടി ഞാനോ അച്ചുമ്മയുടെ പോയി. ഞങ്ങൾ ഈ ചുമന്ന കാറിലാട്ടോ പോയത്. കാറ് കയറിയ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം, എന്നാലല്ലേ കാഴ്ചകളൊക്കെ നല്ല രസമായിട്ട് കാണാൻ പറ്റൂ. അച്ചുമ്മയ്ക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധം. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന്. ഈ പണ്ടാര റോഡ് കൂടെ എപ്പോ പോയാലും ബ്ലോക്ക് ആട്ടോ. പിന്നെ എന്റെ ഡാഡി ഒരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ഏത് ബ്ലോക്കിനെയും തരണം ചെയ്ത് ഞങ്ങൾ എത്തേണ്ടടുത്ത് കൃത്യസമയത്ത് എത്തും. ഇല്ലെങ്കിൽ ഡാഡി എത്തിക്കും. ഹായ്, വീണ്ടും പച്ച ബസ്സുകൾ. ഇപ്പൊ റോഡിൽ ഇറങ്ങിയിട്ട് ഈ പച്ച ബസ് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലെയാ. അച്ചുമ്മ, നമുക്ക് താമസം ഈ കാറിലോട്ട് മാറ്റിയാലോ? എന്റെ പൊന്നോ, പുറത്തൊക്കെ അന്തകടാഹം പൊള്ളിപ്പോകുന്ന ചൂടാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഈ കാർമത്താമ്പ് എ സി ഒക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ എ സി ഒക്കെ ഇട്ട് എന്റെ ആടുങ്കടാ എന്നെ ശുദ്ധി പാട്ടൊക്കെ കേട്ട് ഷുവായിട്ട് വൈബായിട്ട് ഇരിക്കായിരുന്നു. എന്തു പറ്റി? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? വേണ്ടെങ്കി വേണ്ട, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോ. എൻ്റെ പൊന്നുമിക്കു ഒരു 10 മിനിറ്റ് വാടച്ചു വെക്കാവോ, പാട്ടൊന്ന് കേട്ടോട്ടെ. ഇല്ല, എനിക്ക് എപ്പോഴും ഞാൻ എന്തെങ്കിലും പത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഇനി അച്ഛമ്മയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛമ്മ കാറിൽ നിന്ന് അങ്ങോട്ട് കഴിയുമ്പോക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ചേട്ടാ, ഫോൺ പേയിൽ പൈസ ക്രെഡിറ്റ് ആയെന്ന് നോക്കണേ, ഇല്ലെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് പൈസ തരാതെ ഇവൻ പറ്റിക്കും കേട്ടോ. ഹായ്, ബീച്ചെത്തി. കൊല്ലം ബീച്ചിന്റെ കരയിലൂടെ കയറിന്റെ അറ്റം പിടിച്ച് അച്ചുമ്മ എൻ്റെ ഒപ്പം നടന്നു. കൊല്ലം ബീച്ച് മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം കാറ്റുണ്ട്. അത് തട്ടമില്ലാത്തതുകൊണ്ട് അച്ചുമ്മയുടെ മുടിയിലൂടെ തപ്പിത്തടഞ്ഞിങ്ങനെ പോയി. ബീച്ച് കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ബീച്ച് കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ കൊണ്ടിട്ട പ്ലാസ്റ്റിക്കുകൾ പെറുകിക്കൊണ്ട് പോകേണ്ടതാണ്. ഇതെന്തോന്ന് വാങ്ങാണ്ടിയോ? പറ്റേ നോക്കട്ടെ. തള്ള സമ്മതിക്കത്തില്ല. കടലിനക്കരെ പോണോരേ, കനാപ്പുഞ്ഞിന് പോണോരേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ഹുയ്. നല്ല രസമുണ്ട് അവരോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കാനായിട്ട്. കൊള്ളാം. മിക്കുമ്പോൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഇച്ചിരി വെള്ളം കുടിച്ചു നോക്കട്ടെ. ഓ, ഇതെന്തൊരു ഉപ്പാ! ഇതിൽ ആരെ ഇത്ര ഉപ്പ് കളിക്കേ? എന്റെ അമ്മച്ചിയെ ദേ വരുന്ന പന്താരം. ഇതെന്തോന്നാ? ഞാൻ ഒരു തമാശ പറഞ്ഞ എന്റെ കടലാമ്മയല്ല, കടലമ്മേ. ഇവിടെയും ഒത്തിരി ടോയ്സ് ഒക്കെ കിട്ടും അല്ലയോടാ? വെള്ളമൊഴിക്ക് ക്ഷീണിച്ചു പോയി, നല്ല ദാഹമുണ്ട്. അച്ചുമ്മ, ഇത് വീഡിയോ ഒന്നും എടുക്കണ്ട കേട്ടോ. ഇവൻ എന്റെ വീഡിയോ കയറി വൈറലാവാമണ്ട. മോനെ, നിന്റെ അടവൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വേണ്ട, ഒരുപാട് സുഖിപ്പിക്കുമെന്നും വേണ്ട, ഇതിലൊന്നും നമ്പിയിരത്തില്ല. നീ ഏതാടാ നീലശട്ടുകാരാ? നിന്നെ ഇതിനു മുമ്പ് കൊല്ലം ജില്ലയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആകെപ്പാടെ 4-3 പേര് കൂടെയുള്ള തലയില്ല, അത് നീ പറിച്ചെടുക്കുവോടാ? രണ്ടിനും വീഡിയോയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടും പോയേ സ്റ്റാൻഡ് വിട്ടു പോ. എന്റെ അച്ചുമ്മയുടെ മടി കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖ. അങ്ങനെ നിന്ന് മിക്കുമോനെ ആദ്യമായിട്ട് കടൽ കണ്ടു. ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ അച്ചുമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാരും മിക്കുമോന്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.